ഹലോ സ്റ്റുഡൻസ്, നമ്മൾ 2 യൂണിറ്റ് ക്ലാസ് എടുത്തു കഴിഞ്ഞു. അതിൻ്റെ റെമഡിയൽ കോച്ചിങ്ങായിട്ട് കഴിഞ്ഞ 2 ആഴ്ച നമ്മൾ കോളേജിൽ ക്ലാസ് എടുത്തായിരുന്നു. ഇപ്പം 3-ാമത്തെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അത് കാൽക്കുലസ് എന്നാണ് ആ യൂണിറ്റിൻ്റെ പേര്, ഡിഫറൻഷ്യൽ കാൽക്കുലസ്. അതിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഫങ്ഷൻസ് ആൻഡ് ലിമിറ്റ്സ്. അപ്പോൾ എന്തൊക്കെയാണ് വേരിയബിൾസ് എന്താണെന്ന് ഇവിടെ പഠിക്കണം, ഫങ്ഷൻസ് എന്താണെന്ന് പഠിക്കണം, ലിമിറ്റ്സ് എന്താണെന്ന് പഠിക്കണം. ഈ സെക്ഷനിൽ നിന്നും 5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് കിട്ടും. വളരെ എളുപ്പമാണ്, ശ്രദ്ധിച്ച് ഇത് മനസ്സിലാക്കണം. ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം. ആദ്യം എന്താണ് വേരിയബിൾസ് എന്ന് പഠിക്കാൻ പോകണം. എന്താണ് കോൺസ്റ്റൻസ്, എന്താണ് വേരിയബിൾസ്. ഇപ്പോൾ സപ്പോസ് ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിനൊരു ഹൈറ്റ് ഉണ്ട്. സപ്പോസ് ഒരു ക്ലോക്ക് ടവർ ഉണ്ട്, ലൈറ്റ് ഹൗസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ലൈറ്റ് ഹൗസ് നിങ്ങൾ ചെറിയ പ്രായത്തിൽ നിങ്ങൾ വിഴിഞ്ഞത്തൊക്കെ പോയാൽ ലൈറ്റ് ഹൗസ് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കോവളത്ത് പോയിട്ട് ലൈറ്റ് ഹൗസ് കണ്ടിട്ടുണ്ടാവും. ആ ലൈറ്റ് ഹൗസിൽ കയറിയിട്ടുണ്ടാവും ചെറിയ പ്രായത്തിൽ, ഒരു 5-6 വയസ്സുള്ളപ്പോൾ. ഇപ്പോൾ നിങ്ങൾക്ക് 18 വയസ്സായിട്ടുണ്ട്. ഈ 18 വയസ്സാകുമ്പോഴും നിങ്ങൾ അവിടെ ചെന്ന് ഈ ലൈറ്റ് ഹൗസ് കാണുന്നു, ലൈറ്റ് ഹൗസിൽ കയറുന്നു. ഈ ലൈറ്റ് ഹൗസിൻ്റെ ഹൈറ്റിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായി കാണുമോ? ഈ 10 വർഷം കൊണ്ട് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച സമയത്ത് നിങ്ങൾ കണ്ട ലൈറ്റ് ഹൗസും സെയിം ലൈറ്റ് ഹൗസ് ഒരു 10-15 വർഷം കഴിയുമ്പോൾ വീണ്ടും കാണുമ്പോൾ ഇതിന് ഹൈറ്റിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ? സാധാരണ കേസിൽ ഹൈറ്റ് വ്യത്യാസം ഉണ്ടാകത്തില്ല. നിങ്ങൾ 10 വർഷം കഴിഞ്ഞാലും 15 വർഷം കഴിഞ്ഞാലും 20 വർഷം കഴിഞ്ഞാലും 25 വർഷം കഴിഞ്ഞാലും ഒരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിന് ഒരിക്കലും വ്യത്യാസം ഉണ്ടാവില്ല. അങ്ങനെ വ്യത്യാസം ഉണ്ടാവാത്ത ക്വാണ്ടിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് കോൺസ്റ്റൻസ്. അപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി അടുത്ത നമുക്ക് വേരിയബിൾ എന്താണെന്ന് മനസ്സിലാക്കണം. കോൺസ്റ്റൻ്റ് എന്നൊക്കെ മനസ്സിലായി കാണും. ഒരിക്കലും ചേഞ്ച് ഉണ്ടാവാത്ത ക്വാണ്ടിറ്റിക്കാണ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹൈറ്റ് ഓഫ് എ ബിൽഡിംഗ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതിനൊരിക്കലും മാറ്റം ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ ഇപ്പം തിരുവനന്തപുരത്തുനിന്ന് ആറ്റിങ്ങൽ വരാനുള്ള ഡിസ്റ്റൻസ്, നമ്മൾ ഇപ്പം കാണുന്ന റോഡിൽ കൂടാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ ആ ഡിസ്റ്റൻസ് എപ്പോഴും സെയിം ആയിരിക്കും, ഒരിക്കലും മാറ്റം ഉണ്ടാകത്തില്ല. എന്നാൽ ഡിസ്റ്റൻസ് മാറും. എപ്പോഴാണ് റോഡ് സ്ട്രൈറ്റൻ ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയൊരു റോഡ് വെട്ടിത്തെളിച്ചെടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ ഡിസ്റ്റൻസിന് മാറ്റം ഉണ്ടാകും. എന്നാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റോഡിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ആ ഡിസ്റ്റൻസ് ഒരിക്കലും വ്യത്യാസം ഉണ്ടാകത്തില്ല, 30 കിലോമീറ്റർ ആയിരിക്കും. അങ്ങനെ വ്യത്യാസം ഉണ്ടാകാത്ത ക്വാണ്ടിറ്റീസിനാണ് കോൺസ്റ്റൻസ് എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത ഇനി വ്യത്യാസമുള്ള ക്വാണ്ടിറ്റീസ് എന്ന് നോക്കാം. ടൈം വെച്ച് അത് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പം എക്സാമ്പിളായിട്ട് നമ്മുടെ ടെമ്പറേച്ചർ. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം, ഇപ്പം നമ്മൾ ഉച്ചയ്ക്കാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഈ സമയത്തുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 35 ഡിഗ്രിയൊക്കെ വരും. എന്നാൽ നിങ്ങൾ രാത്രി ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ടെമ്പറേച്ചർ ചിലപ്പോൾ 35 കാണത്തില്ല, ചിലപ്പോൾ 28 ഡിഗ്രി ആയിരിക്കും. അപ്പം ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യും. എങ്ങനെയാണ്? സമയം മാറുന്നതനുസരിച്ച് ടെമ്പറേച്ചർ മാറിക്കൊണ്ടേയിരിക്കും. അതൊരു കോൺസ്റ്റൻ്റ് അല്ല. അപ്പോൾ വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് വിത്ത് റെസ്പെക്റ്റ് ടു ടൈം. അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അതിന് നമ്മളെന്ത് പറയും? അതിന് നമ്മൾ പറയുന്ന പേരാണ് വേരിയബിൾ. അപ്പം കോൺസ്റ്റൻസും ഉണ്ട്, വേരിയബിൾസും ഉണ്ട്. ഇതെന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റി വേരിയബിൾ. അതിന് എക്സാമ്പിളായിട്ട് ടെമ്പറേച്ചർ വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. ആ വാട്ടർ ടാങ്കിൽ ഒരു നിശ്ചിത വോളിയം വെള്ളമുണ്ട് തുടക്കത്തിൽ. ആ വാട്ടർ ടാങ്കിൽ ഒരു ലീക്ക് ഉണ്ടെന്ന് വെച്ചോളൂ. അപ്പോൾ അത് സമയം കഴിയുന്നതനുസരിച്ച് കുറേശ്ശെ വെള്ളം ഇങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് അതിൻ്റെ വോളിയം ഇങ്ങനെ ചെറുതായി ഡിക്രീസ് ചെയ്ത് വരും. അപ്പോൾ എല്ലാ സമയത്തും ഒരേ വോളിയം ആയിരിക്കത്തില്ല. ഉപയോഗിക്കുന്നതനുസരിച്ച് അതിൻ്റെ വോളിയം ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് അപ്പം ഈ കേസിൽ എന്തായിരിക്കും? ഒരു വേരിയബിൾ ആയിരിക്കും. അതുപോലെ ഒരു ബലൂണിന് കാറ്റടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു വോളിയം ഉണ്ടാവും. എന്നിട്ട് ആ കാറ്റ് കുറേശ്ശെ അഴിച്ചു വിട്ടാലോ ആ വോളിയം ഡിക്രീസ് ചെയ്ത് വരും. അപ്പോൾ അതിനും വേരിയബിൾ എന്ന് നമ്മൾ പറയും. അപ്പം കോൺസ്റ്റൻ്റ് എന്താണ്, വേരിയബിൾ എന്താണെന്ന് നോക്കിയപ്പോൾ മനസ്സിലായി കാണും. ഇതൊരു സർക്കിളിൻ്റെ ഫിഗറാണ് വരച്ചിരിക്കുന്നത്. ആ സർക്കിളിൻ്റെ റേഡിയസ് സ്മോൾ r ആണ്. അതിൻ്റെ ഏരിയയുടെ ഫോർമുല നമുക്കറിയാം, πr² ആണ്. ഇവിടെ റേഡിയസ് സപ്പോസ് 1 സെൻറ്റിമീറ്റർ എന്ന് വെച്ചോളൂ. അപ്പോൾ ഏരിയ എന്ത് വരും? π × 1² π എന്ന് വരും. റേഡിയസ് 2 ആണെങ്കിൽ ഏരിയ 4π എന്ന് വരും. റേഡിയസ് 3 ആണെങ്കിൽ ഏരിയ 9π എന്ന് വരും. അതായത് റേഡിയസ് മാറുന്നതിനനുസരിച്ച് ഏരിയ മാറിക്കൊണ്ടേയിരിക്കുന്നു.
ഏരിയ ചേഞ്ചസ് വിത്ത് റേഡിയസ് ആണ്. അപ്പോൾ ഏരിയ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇപ്പോൾ റേഡിയസ് മാറിയാൽ മാത്രമേ ഏരിയ മാറൂ. അപ്പോൾ ഏരിയ ഡിപ്പെൻഡ് ചെയ്യുന്നത് റേഡിയസിനെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏരിയ ഈസ് എ ഫങ്ഷൻ ഓഫ് റേഡിയസ് എന്ന് പറയാം. ഏരിയ ഈസ് ഡിപ്പെൻഡിങ് ഓൺ റേഡിയസ്. അപ്പോൾ ഒരു ക്വാണ്ടിറ്റി മറ്റൊരു ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ക്വാണ്ടിറ്റി രണ്ടാമത്തെ ക്വാണ്ടിറ്റിയുടെ ഫങ്ഷൻ എന്ന് നമുക്ക് പറയാം. ഇതാണ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ കേസിൽ ഏരിയ ഈസ് എ ഫങ്ഷൻ ഓഫ് ദി റേഡിയസ് എന്ന് നമുക്ക് വിളിക്കാം. അതിൻ്റെ സിമ്പൽ ഇതാണ്. ഏരിയ ഈസ് എ ഫങ്ഷൻ ഓഫ് ദി റേഡിയസ്. അങ്ങനെ വരാൻ കാരണം റേഡിയസ് മാറുന്നതിന് അനുസരിച്ച് ഏരിയ മാറിക്കൊണ്ടിരിക്കുന്നു. ദാറ്റ് ഈസ് ഏരിയ ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദി റേഡിയസ്. ഈ കേസിൽ നമുക്ക് എന്ത് പറയാം? ഏരിയ ഈസ് എ ഫങ്ഷൻ ഓഫ് ദി റേഡിയസ് എന്ന് പറയാം. അതിൻ്റെ സിമ്പിൾ ഇതാണ്, എ ഈസ് എഫ് ഓഫ് ആർ. ഇവിടെ ജനറലായിട്ട് നമ്മൾ എക്സും വൈയും ആണ് കാൽക്കുലസിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏരിയയ്ക്ക് പകരം നമുക്ക് വൈ എന്ന് കൊടുക്കാം, റേഡിയസിന് പകരം എക്സ് എന്ന് കൊടുക്കാം. y is equal to f of x. Therefore y is a function of x. Therefore y is a function of x എന്ന് പറയണമെങ്കിൽ y എന്തിനെ ഡിപ്പെൻഡ് ചെയ്യണം? എക്സിനെ ഡിപ്പെൻഡ് ചെയ്യണം. അതായത് എക്സ് മാറുന്നതിന് അനുസരിച്ച് y മാറിക്കൊണ്ടേയിരിക്കണം. അങ്ങനെയാണെങ്കിൽ y is a function of x എന്ന് നമുക്ക് പറയാം. അതിൻ്റെ സിമ്പിളാണിത്, y is equal to f of x. ഈ പടം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. എക്സും വൈയും രണ്ട് വ്യക്തികളാണെന്ന് അസ്യൂം ചെയ്തോളാം, രണ്ട് പേഴ്സൺസാണ്. ഈ എക്സ് പറയുന്നത് അനുസരിക്കുന്ന ഒരാളാണ് വൈ എന്നും അസ്യൂം ചെയ്യുക. എക്സ് പറയുന്ന എന്തും അയാൾ കേൾക്കും. എക്സ് മുമ്പോട്ട് നടക്കുമ്പോൾ വൈ മുമ്പോട്ട് നടക്കും, എക്സ് പുറകോട്ട് നടക്കുമ്പോൾ വൈ പുറകോട്ട് നടക്കും, എക്സ് ചാടുമ്പോൾ വൈ ചാടും. അപ്പോൾ വൈ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്? വൈ എക്സ് എന്നുള്ള ആ വേരിയബിളിനെ എക്സ് എന്നുള്ള പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. ആ എക്സിനെ നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നു. അപ്പോൾ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ക്വാണ്ടിറ്റിയാണ് വൈ. അപ്പോൾ വൈ ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് എന്ന് നമുക്ക് വിളിക്കാം. അതായത് എക്സ് എന്ത് ചെയ്യാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈയും ചെയ്യും. എക്സ് മുന്നോട്ട് നടക്കുമ്പോൾ വൈ മുന്നോട്ട് നടക്കും, എക്സ് പുറകോട്ട് നടക്കുമ്പോൾ വൈ പുറകോട്ട് നടക്കും, എക്സ് ചാടുമ്പോൾ വൈ ചാടും. ഇതാണ് വൈയുടെ പ്രോപ്പർട്ടി. അപ്പോൾ വൈ എക്സിൻ്റെ ഒരു പാവയാണ്. എക്സ് ചെയ്യുന്നത് പോലെ എക്സ് പറയുന്ന കാര്യങ്ങളെല്ലാം വൈ ചെയ്യും. അപ്പോൾ വൈ ഈസ് ഡിപ്പെൻഡിങ് ഓൺ എക്സ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ വൈ ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് എന്നും പറയാം. ഇവിടെ എക്സ് ഇങ്ങനെ നടക്കുകയാണ്. എക്സ് നടന്ന് ഇതൊരു മതിലാന്ന് വെച്ചോളൂ. ഇതൊരു മതിലാണ്. ഒ ഡാഷ് ടു എക്സ് ഡാഷ്. ഒ ഡാഷ് എന്നുള്ള പോയിന്റിൽ നിന്നാണ് എക്സ് യാത്ര തുടങ്ങുന്നത്. അയാൾ എക്സ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക. അതിനനുസരിച്ച് വൈ എന്ത് ചെയ്യും? വൈ ഒ എന്നുള്ള പോയിന്റിൽ നിന്ന് മുന്നോട്ട് നടക്കാൻ തുടങ്ങും. നടന്ന് എക്സ് എ എന്നുള്ള പോയിന്റിൽ എത്തുമ്പോൾ വൈ എവിടെ എത്തും? ക്യാപിറ്റൽ എയിൽ എത്തും. ഇത് മതിൽ കെട്ടിയേക്കുന്നതുകൊണ്ട് മതിൽ ചാടാനൊന്നും പറ്റത്തില്ല, മതിൽ തുറക്കാനും പറ്റത്തില്ല. മതിലിൽ ചെന്ന് നമ്മൾ മുട്ടി നിൽക്കും. അപ്പോൾ എക്സ് എന്ന ആൾ എവിടെ ചെന്ന് നിൽക്കും? എക്സ് എന്ന ആൾ സ്മോൾ എ ഈ മതിലിൽ ചെന്ന് തട്ടി നിൽക്കും. അപ്പോൾ എ വരെ എത്തും. അപ്പോൾ എക്സ് എയിലെത്തുമ്പോൾ അയാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളാണ് വൈ. ആ വൈ എവിടെ എത്തും? വൈ ക്യാപിറ്റൽ എയിലെത്തും. അപ്പോൾ എക്സ് ക്യാപിറ്റൽ എയിലെത്തുമ്പോൾ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വൈ ക്യാപിറ്റൽ എയിലെത്തും. ഇതിനപ്പുറത്തോട്ട് ഇവർക്ക് രണ്ടു പേർക്കും പോകാൻ പറ്റത്തില്ല. എക്സിനും പോകാൻ പറ്റില്ല, വൈക്കും പോകാൻ പറ്റത്തില്ല. എക്സിന് പോകാവുന്നതിൻ്റെ പരമാവധി എന്ന് പറയുന്നത് സ്മോൾ എ ആണ്, വൈക്ക് പോകുന്നതിൻ്റെ പരമാവധി ക്യാപിറ്റൽ എയുമാണ്. അതിൻ്റെ അപ്പുറത്തോട്ട് അവർക്ക് പോകാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ അവരുടെ ലിമിറ്റ് വന്നിരിക്കുക, അവരെ ലിമിറ്റ് ചെയ്തിരിക്കുക. അതിൻ്റെ അപ്പുറത്തോട്ട് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്മോൾ എക്സിന് എ വരെ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റൂ. അപ്പം സ്മോൾ എക്സിൻ്റെ ലിമിറ്റ് എ ആണ്. ആ സമയത്ത് സ്മോൾ വൈയുടെ ലിമിറ്റ് എന്താണ്? ക്യാപിറ്റൽ എ ആണ്. ഇതിനെ നമുക്ക് സിംബോളിക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലിമിറ്റ്
ഇങ്ങനെ നമുക്ക് സിംബോളിക്കായിട്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സിംബോളിക്കായിട്ട് ലിമിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് വായിക്കുന്നത് എങ്ങനെയാണ്? എക്സ് എഫ് എക്സ് എന്ന് പറഞ്ഞാൽ വൈ ഇസ് ഈക്വൽ ടു എഫ് എക്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ വൈ ആണ്. ഈ വൈ എന്ന് പറയുന്നത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ്. എക്സ് ചെയ്യുന്ന പോലെ ചെയ്യുന്ന ഒരാളാണ് വൈ. അപ്പോൾ എക്സ് എന്തോ ചെയ്യുന്നു? എക്സ് എയിലോട്ട് എത്തുന്നു. സ്മോൾ എയിലോട്ട് എത്തുമ്പോൾ എക്സ് എ വരെ എത്താൻ പറ്റും. സ്മോൾ എക്സിന് എ വരെ എത്താൻ പറ്റും. സ്മോൾ എക്സിൻ്റെ ലിമിറ്റ് എ ആണ്. അങ്ങനെ സ്മോൾ എ വരെ എത്തുമ്പോൾ വൈക്ക് എവിടം വരെ എത്താം? വൈക്ക് ക്യാപിറ്റൽ എ വരെ എത്താൻ പറ്റും. അപ്പം വൈയുടെ ലിമിറ്റ് ക്യാപിറ്റൽ എ ആണ്. അതായത് വൈ എന്ന് പറഞ്ഞാൽ എഫ് എക്സ്, അതിൻ്റെ ലിമിറ്റ് ക്യാപിറ്റൽ എ. ഇതിനെയാണ് നമ്മൾ ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ലിമിറ്റ് ഓഫ് എഫ് എക്സ് ആസ് എക്സ് ടെൻസ് ടു എ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എ. അതായത് എക്സ് എന്ന് പറയുന്ന വേരിയബിൾ സ്മോൾ എ വരെ എത്തും. സ്മോൾ എയിലെത്തുമ്പോൾ എഫ് എക്സ് അതായത് വൈ എന്ന് പറയുന്ന വേരിയബിൾ എവിടെ എത്തും? ക്യാപിറ്റൽ എയിലെത്തും. ആ ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ വൈയുടെ ലിമിറ്റാണ്. ഇതിനാണ് ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫങ്ഷൻസ് ലിമിറ്റ് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു. അടുത്ത് നമ്മൾ അതിൻ്റെ പ്രോബ്ലത്തിലോട്ട് പോവുകയാണ്. ചില ലിമിറ്റ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് എളുപ്പമാണ്, ചിലത് എളുപ്പമല്ല. അപ്പോൾ എളുപ്പമുള്ള പ്രോബ്ലംസ് ആദ്യം നമുക്ക് ചെയ്യാം. ലിമിറ്റ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഇതിൻ്റെ ഫസ്റ്റ് പ്രോബ്ലമാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ax പ്ലസ് ബി ബൈ ബി എക്സ് പ്ലസ് എ വേർ എ നോട്ട് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ലിമിറ്റ് കണ്ടുപിടിക്കണം. എപ്പോഴാണ്? എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ എ എക്സ് പ്ലസ് ബി ബൈ ബി എക്സ് പ്ലസ് എയുടെ വാല്യൂ എന്തായി മാറും? അതാണ് ഈ പ്രോബ്ലത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സിന് വരെ നമുക്കങ്ങ് 0 എടുക്കാം. അതാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്നാണ് അതിന് പറയുന്നത്. എക്സിന് പകരം 0 എടുക്കുമ്പോൾ ന്യൂമറേറ്റർ എന്തായി മാറും? ന്യൂമറേറ്ററിൽ എ എക്സ് ഉണ്ട്, ആ എ എക്സ് 0 ആയി മാറും. അപ്പോൾ ന്യൂമറേറ്റർ ബി. ഡിനോമിനേറ്റർ എന്തായി മാറും? അവിടെ ഡിനോമിനേറ്ററിലെ ബി എക്സ് 0 ആയി മാറും, പിന്നെ എ മാത്രം. അപ്പം ബി ബൈ എ ആണ് ഇതിൻ്റെ ആൻസർ. ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. Put x is equal to 0. Answer a into 0 plus b divided by b into 0 plus a is equal to b by a. This is the direct substitution method. ഇതും എക്സാമിന് ചോദിക്കാറുണ്ട്. 2 മാർക്ക് കിട്ടും. Here evaluate limit x tends to 0 2x squared plus 3x by 3x squared minus 4x. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ന്യൂമറേറ്റർ 0 എന്ന് കിട്ടും. എക്സ് 0 എടുക്കുമ്പോൾ ഡിനോമിനേറ്റർ 0 എന്ന് കൊടുക്കും. 0 by 0. 0യെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാനൊന്നും നമുക്കറിയില്ല. ഇനി ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഫെയിൽ ആവുന്നു. എന്നാൽ ഇവിടെ ഫെയിൽ ആവില്ല. കാരണം 2x squared plus 3xൽ ഒരു എക്സ് കോമൺ ഉണ്ട്. 3x squared minus 4xലും എക്സ് കോമൺ ഉണ്ട്. കോമൺ ആയിട്ടുള്ള എക്സ് വെട്ടിക്കളഞ്ഞിട്ട് നിങ്ങൾ എക്സിന് 0 കൊടുത്താൽ ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കോമൺ ഫാക്ടർ വല്ലതും ഉണ്ടെങ്കിൽ ആ കോമൺ ഫാക്ടർ ആദ്യം റിമൂവ് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം, എന്നിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ. ഇവിടെ ന്യൂമറേറ്ററിൽ നിന്ന് എക്സ് കോമൺ എടുത്തു, ഡിനോമിനേറ്ററിൽ നിന്ന് എക്സ് കോമൺ എടുത്തു, ക്യാൻസൽ ചെയ്തു. ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എക്സിന് 0 എടുക്കുമ്പോൾ 3 എന്ന് കിട്ടും ആൻസർ. ഡിവൈഡഡ് ബൈ ഇവിടെ എക്സിന് 0 എടുക്കുമ്പോൾ -4. 3 by -4 is the limit. ഈ പ്രോബ്ലത്തിലും എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സിന് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ന്യൂമറേറ്റർ 2 × 1 + 3 5 എന്ന് കിട്ടും. ഡിനോമിനേറ്റർ 4 × 1 - 1 that is 3. അപ്പോൾ 5/3 is the answer. ആൻസർ. ഇതാണ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഇത് വളരെ എളുപ്പമാണ്. അടുത്ത പ്രോബ്ലം, ഇവിടെ ലിമിറ്റ് എക്സിൻ്റെ വാല്യൂ 2/3 അങ്ങനെയാണെങ്കിൽ 9x² - 4/3x - 2ൻ്റെ വാല്യൂ, അതായത് ലിമിറ്റ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഡയറക്റ്റായിട്ട് നിങ്ങൾ എക്സിന് 2/3 കൊടുത്താൽ 0/0 എന്ന് വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമെന്ന് കിട്ടും. 9 × 2/3² എന്ന് പറയുമ്പോൾ 9 × 4/9. 9 വെട്ടിപ്പോയാൽ 4 - 4
സീറോ എന്ന് കിട്ടും ന്യൂമറേറ്റർ. ഡിനോമിനേറ്ററിൽ എക്സിന് 2/3 എടുക്കുമ്പോൾ 3 × 2/3, അവിടെയും 2 - 2 എന്ന് വരും, 0 എന്ന് വരും. അപ്പോൾ 0/0 അത് ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. അപ്പോൾ അത് വന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ന്യൂമറേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യണം. ന്യൂമറേറ്റർ 9x² - 2² എന്ന് എഴുതാം. 9x² എന്ന് പറയുന്നത് 3x² - 2². അതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 3x - 2 × 3x + 2 എന്ന് കിട്ടും. കോമൺ ഫാക്ടർ ക്യാൻസൽ ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ 9x² ആണ്. 9x²ന് 3x² എന്ന് എഴുതാം. 4ന് 2² എന്ന് എഴുതാം. ഇതിപ്പോൾ a² - b² ആണ്. a + b × a - b. ഇവിടെ കോമൺ ഫാക്ടർ ന്യൂമറേറ്ററിൽ 3x - 2, ഡിനോമിനേറ്ററിൽ 3x - 2 കോമൺ ആണ്, ക്യാൻസൽ ചെയ്തു. ഇനി നിങ്ങൾ എക്സിന് 2/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 3 × 2/3 + 2, 3 3 ക്യാൻസൽ ആവും. 2 + 2 4 എന്ന് എഴുതാം ആൻസർ. അപ്പോൾ ഫാക്ടറൈസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യണം, അല്ലെങ്കിൽ ആൻസർ കിട്ടില്ല. ഈ പ്രോബ്ലത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1² 1 + 4 × 1 4, 1 + 4 5, 5 - 5 0, ന്യൂമറേറ്റർ 0. ഡിനോമിനേറ്റർ 1² 1, 1 + 1, x 1 ആണ്. 1 + 1 - 2, 2 - 2 0, 0/0 ഫോമാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യണം. ന്യൂമറേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യണം, ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യണം. അപ്പോൾ ന്യൂമറേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ x² + 4x - 5 ആണ് ന്യൂമറേറ്റർ. അതിൻ്റെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 4, കോൺസ്റ്റൻറ്റ് ടേം -5. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആഡ് ചെയ്യുമ്പോൾ 4ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -5ഉം വരുന്ന രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കണം. ആഡ് ചെയ്യുമ്പോൾ 4, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -5. ആ നമ്പേഴ്സ് 5ഉം -1ഉം ആണ്. അപ്പോൾ x² + 4x - 5നെ നമുക്ക് x + 5 × x - 1 എന്ന് എഴുതാം. ഇവിടെ 5ഉം -1ഉം ആഡ് ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും. 5ഉം -1ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -5 എന്ന് കിട്ടും. രണ്ടാമത് ഡിനോമിനേറ്ററിൽ ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2ഉം കിട്ടണം. രണ്ട് നമ്പേഴ്സ് വേണം. ആഡ് ചെയ്യുമ്പോൾ 1ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2ഉം. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 2 + -1 1 എന്ന് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × -1 -2 എന്ന് കിട്ടും. ഇവിടെ x - 1 കോമൺ ഫാക്ടർ got cancelled. Then substitute x = 1. ആൻസർ 2 എന്ന് കിട്ടും. 1 + 5/1 + 2, 6/3 = 2. അപ്പോൾ ഫാക്ടറൈസ് ചെയ്തിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ. ഇതാണ് ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്നാണ് പറയുന്നത്. ഇവിടെ ലിമിറ്റ് x → 2, x² - 5x + 6 / x² + x - 6 ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സിന് 2 എടുത്താൽ 0/0 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷന് പകരം ഫാക്ടറൈസേഷൻ നടത്തും. x² - 5x + 6നെ ഫാക്ടറൈസ് ചെയ്യണം. x² - 5x + 6നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ x - 3 × x - 2 ഡിവൈഡഡ് ബൈ, ആഡ് ചെയ്യുമ്പോൾ -3 + -2 -5 എന്ന് കിട്ടും. -3 × -2 6 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ, ആഡ് ചെയ്യുമ്പോൾ 1ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6ഉം, ആഡ് ചെയ്യുമ്പോൾ 1ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6ഉം. x + 3 × x - 2. ഇത് 3ഉം -2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ +1 കിട്ടും. 3ഉം -2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6 കിട്ടും. അപ്പോൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്തു. ലിമിറ്റ് x → 2. x - 2 got cancel. Then substitute x = 2. 2 - 3/2 + 3. 2 - 3 -1, 2 + 3 5. -1/5 is the answer.
അപ്പോൾ ഈ പ്രോബ്ലംസൊക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഈ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. ലിമിറ്റ് എന്താണെങ്കിലും എന്താണെന്ന് അറിഞ്ഞാലും ഇല്ലെങ്കിലും ഈ പ്രോബ്ലംസ് ചെയ്യുന്ന മെത്തേഡ് മനസ്സിലാക്കി പഠിക്കുക. പ്രോബ്ലംസ് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ഇന്ന് ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്.